ഇടുക്കിയുടെ കായിക കുതിപ്പിന് പുത്തൻ പ്രതീക്ഷയേകിയ നെടുങ്കണ്ടം സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ. ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷമായിട്ടും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. സ്റ്റേഡിയത്തിലെ വിദേശ ഇനം പുല്ല് പൂർണ്ണമായും ഉണങ്ങി നശിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഹൈ ആൾട്ടിറ്റ്യൂഡ് അത്ലറ്റിക് സ്റ്റേഡിയമാണ് നെടുങ്കണ്ടത്തേത്. കിഫ്ബിയിൽ നിന്ന് 10 കോടിയും സർക്കാർ വിഹിതം 3 കോടിയും നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ 1 കോടി രൂപയും ചെലവഴിച്ചാണ് നെടുങ്കണ്ടത്ത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് അത്ലറ്റിക് സ്റ്റേഡിയം നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഉദ്ഘാടനം നടന്നത്. 1 വർഷം കഴിഞ്ഞിട്ടും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി പഞ്ചായത്തിന് കൈമാറിയിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കിയാണ് സ്റ്റേഡിയത്തിൽ ബെർമുഡ ഗ്രാസ് നട്ടുപിടിപ്പിച്ചത്. എന്നാൽ ഈ പുല്ല് നനയ്ക്കാനുള്ള സ്പ്രിംഗ്ലർ സംവിധാനം പോലും പൂർത്തിയാക്കിയിട്ടില്ല. അന്തരീക്ഷ താപനില മനസ്സിലാക്കി സ്വയം പ്രവർത്തിക്കുന്ന സ്പ്രിംഗ്ലറാണ് സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ചിരിക്കേണ്ടത്. സെൻസറുകൾ ഘടിപ്പിച്ച 30ഓളം സ്പ്രിംഗ്ലർ വേണം. പകുതി പോലും ഇപ്പോഴും സ്ഥാപിച്ചില്ല. നമ്മുടെ ഫീൽഡും അതുപോലെ തന്നെ ഇത് ഒരു നാശത്തിൻ്റെ വക്കിലേക്ക് പോയിരിക്കുകയാണ്. അത് ശരിയായ രീതിയിൽ അതിന് നനയ്ക്കാനുള്ള സംവിധാനം, സ്പ്രിംഗ്ലർ സംവിധാനം പ്രവർത്തനക്ഷമമാക്കാത്തതാണ് പ്രശ്നം. അത് സ്വാഭാവികമായിട്ടും കരാറുകാരൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ വരുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് സ്പ്രിംഗ്ലർ സംവിധാനം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിന് എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് മനസ്സിലാക്കി അവരെ നമ്മൾ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ 1 മാസം മുമ്പ് ഇവിടെ വന്ന പണികൾ പകുതിയാക്കി പിന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത്. 6 ഏക്കർ വരുന്ന സ്റ്റേഡിയം കോമ്പൗണ്ടിൽ നിത്യവും വെള്ളം ലഭിക്കുന്ന കുളവും മോട്ടറുമുണ്ട്. ചെലവായ തുകയെ സംബന്ധിച്ച് നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയും കരാറുകാരും തമ്മിൽ തർക്കമുയർന്നതോടെയാണ് നിർമ്മാണ പ്രവർത്തികൾ ഉപേക്ഷിച്ച് കരാറുകാരൻ മടങ്ങിയത്. ഈ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതിന്റെ എല്ലാ ഉത്തരവാദിത്വവും കിറ്റ്കോ എന്ന് പറയുന്ന സ്വകാര്യ സർക്കാരിന്റെ ഏജൻസിക്കാണ്. ആ ഏജൻസി വേറൊരു കരാറുകാരന് കൊടുത്ത നിർമ്മാണം പാതി വഴിയിൽ നിലച്ചപ്പോൾ, അല്ലെങ്കിൽ ഇത് ഭാഗികമായി പൂർത്തീകരിച്ചിട്ട് അദ്ദേഹം ഈ പണി ഇട്ടിട്ട് പോകുമ്പോൾ, ഈ നിർമ്മാണം നിർത്തി പോകുമ്പോൾ അത് അന്വേഷിച്ച് അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ കിറ്റ്കോ ചെയ്യേണ്ടതാണ്. അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇതിന്റെ നിർമ്മാണം വേറൊരു കമ്പനിയെ ഏൽപ്പിച്ച് ഇത് പൂർത്തീകരിച്ച് എത്രയും വേഗം ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം 50 ലക്ഷം രൂപ, 1/2 കോടിയോളം രൂപ അയാളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടുള്ള തുക ഇവരുടെ കയ്യിലുണ്ട്. ആ തുക മതി ഇതിന്റെ നിർമ്മാണം മുഴുവൻ പൂർത്തീകരിച്ച് ഈ സ്റ്റേഡിയം നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്ത് ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കാൻ. കിറ്റ്കോ നിയോഗിച്ച കരാറുകാരനാണ് പുല്ല് സംരക്ഷണത്തിന്റെ ചുമതല. പുതുതായി ബെർമുഡ ഗ്രാസ് വെച്ചുപിടിപ്പിക്കുന്നതിന് ചെലവാക്കേണ്ട ലക്ഷങ്ങൾ ആര് മുടക്കുമെന്നതിലും തർക്കം തുടരുകയാണ്. കിഫ്ബിയും സർക്കാരും അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഇടുക്കിയുടെ അഭിമാനമാകേണ്ട നെടുങ്കണ്ടം ഹൈ ഓൾട്ടിറ്റ്യൂഡ് അത്ലറ്റിക് സ്റ്റേഡിയം നാമാവശേഷമാകും. ന്യൂസ് മലയാളം, ഇടുക്കി.